പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട നഗരസഭയിൽ നിന്നും ബാങ്കിലടയ്ക്കാതെ ക്രമക്കേട് നടത്തിയ 99 ലക്ഷം തട്ടിയെടുത്ത കേസിൽ അറസ്റ്റിലായ പ്രതിയെ നഗരസഭ ഓഫീസിലെത്തിച്ച് തെളിവ് ശേഖരിച്ച് പോലീസ് സംഘം. പണം തട്ടിയെടുത്ത കേസിൽ അറസ്റ്റിലായ പ്രതി നഗരസഭ കാഷ്യറായിരുന്ന കോണത്തുകുന്ന് സ്വദേശി പയ്യപ്പള്ളി വീട്ടിൽ 55 വയസ്സുള്ള ത്രിദീപിനെ ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് നഗരസഭ ഓഫീസിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. 2024 മുതൽ 2026 വരെ നടത്തിയ ക്രമക്കേടുകളുടെ വിവരങ്ങൾ സൈബർ പോലീസ് സംഘത്തിന്റെ സഹായത്തോടെയാണ് പോലീസ് ശേഖരിച്ചത്. നഗരസഭയിലെ പൊതുഭരണ വിഭാഗത്തിൽ രാവിലെ 10 മണിയോടെ ത്രിദീപിനുമായി എത്തിയ പോലീസ് സംഘം കമ്പ്യൂട്ടറും രേഖകളും പരിശോധിച്ച് ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കി തിരിച്ചത്. കൃഷിവകുപ്പിൽ നിന്നും പുനർവിന്യാസത്തിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുട നഗരസഭയിലെത്തിയ ത്രിദീപൻ 2014 മുതൽ 13 വർഷം കാഷ്യറായാണ് പ്രവർത്തിച്ചത്. കഴിഞ്ഞ മാർച്ച് 23-ന് നഗരസഭ റവന്യൂ വകുപ്പ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് 14 ലക്ഷം രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തുന്നത്. തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിൽ ഇത് 46 ലക്ഷമായി ഉയർന്നു. ഇതിനെ തുടർന്നാണ് നഗരസഭാ സെക്രട്ടറി LSGD നൽകിയ റിപ്പോർട്ടിനെ തുടർന്ന് GD ഓഫീസിൽ നിന്നുള്ള സംഘം നഗരസഭാ ഓഫീസിലെത്തി പരിശോധന നടത്തിയത്. തുടർന്ന് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഉദ്യോഗസ്ഥരും പരിശോധന നടത്തിയിരുന്നു. GD ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘം നടത്തിയ അന്വേഷണത്തിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. 2024 ഏപ്രിൽ 1 മുതൽ 2026 മാർച്ച് 31 വരെയുള്ള കാലയളവിൽ തനത് ഫണ്ട് പണം അടവാക്കൽ പരിശോധനയിൽ പല ദിവസങ്ങളിലും ഡേ ബുക്ക്, ക്യാഷ് ബുക്ക്, സമ്മറി എന്നിവ പ്രകാരമുള്ള പ്രതിദിന കളക്ഷൻ തുക പൂർണ്ണമായും ബാങ്കിൽ അടയ്ക്കാതെ കൃത്രിമ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ചമച്ചായിരുന്നു തട്ടിപ്പ്. കേസ് മാട്ടിൽ പരിശോധിച്ചതിൽ ഭൂരിഭാഗം കോൺട്രോ എൻട്രികളും ബാങ്കിൽ തുക അടച്ചതായി തെളിയിക്കുന്ന ബാങ്ക് സീലോട് കൂടിയ ചലാൻ അപ്ലോഡ് ചെയ്യാതെയാണ് കോൺട്രോ വൗച്ചറുകൾ രേഖപ്പെടുത്തിയിരുന്നത്. BJP തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ തൽസ്ഥാനം രാജിവെച്ചു. ഭാര്യ നൽകിയ ഗാർഹിക പീഡന പരാതി ഉൾപ്പെടെയുള്ള ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് രാജി. ഭാര്യയെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും അറസ്റ്റ് ചെയ്യുന്നതിന് തടഞ്ഞുകൊണ്ടുള്ള കോടതി ഉത്തരവ് ശ്രീകുമാർ നേടിയിരുന്നു. ഭാര്യ പോലീസിൽ നൽകിയ പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കല്ലാടൻ ഗിരീഷ് വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിലും പോലീസ് AR ശ്രീകുമാറിനെ പ്രതി ചേർത്തിരുന്നു. വിഷയത്തിൽ AR ശ്രീകുമാറിന്റെ അറസ്റ്റ് ആവശ്യപ്പെട്ട് ഇടതുപക്ഷമടക്കമുള്ള സംഘടനകൾ സമരരംഗത്തെത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന് തൽസ്ഥാനം രാജിവെച്ച് AR ശ്രീകുമാർ കത്ത് നൽകിയത്. ഇരിങ്ങാലക്കുടയുടെ മുഖച്ഛായ മാറ്റുന്ന പുതിയ നഗരസഭാ ബസ് സ്റ്റാൻഡിനുൾപ്പെടെ 300 കോടിയിലധികം രൂപ വകയിരുത്തി സംസ്ഥാന സർക്കാർ ബജറ്റ്. നഗരസഭ ബസ് സ്റ്റാൻഡ് ആധുനിക രീതിയിൽ നിർമ്മിക്കുന്നതിന് 10 കോടി രൂപ, ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ ആധുനിക ഉപകരണങ്ങൾ വാങ്ങുന്നതിന് 50 കോടി രൂപ, ആളൂരിൽ സർക്കാർ കോളേജ് സ്കൂളുകൾക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനും നിരവധി വികസന പ്രവർത്തനങ്ങൾക്കും സംസ്ഥാന ബജറ്റിൽ തുക അനുവദിച്ചതായി അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA അറിയിച്ചു. ആനന്ദപുരത്ത് സ്മാർട്ട് വില്ലേജ് ഓഫീസ്, ആളൂർ കൊമ്പടിഞ്ഞാമാക്കൽ ജംഗ്ഷൻ നവീകരണം, നടവരമ്പ് ചിറവളവ് നേരെയാക്കൽ, നഗരസഭയിലെ വിവിധ റോഡുകൾ പുനർനിർമ്മിക്കൽ, ആളൂർ പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം, നന്ദി കനാൽ പാലം സ്ലൂയിസ് കം ബ്രിഡ്ജ് നിർമ്മാണം, കാട്ടൂർ CHCക്ക് പുതിയ കെട്ടിടം, ആനന്ദപുരം നമ്പിങ്കാവ് റോഡ് വീതി കൂട്ടി നിർമ്മിക്കൽ, ആളൂർ കദളിച്ചിറ ഡെസ്റ്റിനേഷൻ ടൂറിസം, ഇരിങ്ങാലക്കുട വെറ്റിനറി ആശുപത്രിക്ക് പുതിയ കെട്ടിടം, ഇരിങ്ങാലക്കുട KSRTCയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് നിർമ്മാണം,
പൊതുമരാമത്ത് ഓഫീസുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ, ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ റാം ടൈൽ വിരിക്കൽ, ഊരകം കോമ്പാറ റോഡ് BMBC നിലവാരത്തിൽ പുനർനിർമ്മിക്കൽ, KSRTC ബസ് സ്റ്റാൻഡിൽ ചുറ്റുമതിൽ നിർമ്മാണം, നടവരമ്പ് VHCക്ക് പുതിയ കെട്ടിടം, ജനറൽ ആശുപത്രിയിൽ MRI സ്കാൻ ആൻഡ് CT സ്കാൻ, പടിയൂർ പഞ്ചായത്തിലെ കൂത്തുമാക്കൽ ഷട്ടർ നിർമ്മാണം, കരുവന്നൂർ പുഴ ഇല്ലിക്കൽ പ്രദേശത്ത് സൈഡ് കെട്ടൽ, ഇരിങ്ങാലക്കുട മാർക്കറ്റ് നവീകരണവും ആധുനികവൽക്കരണവും, നന്ദി കരുവന്നൂർ പുഴ KLDC ടൂറിസം, ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ പുതിയ കെട്ടിടം തുടങ്ങി നിരവധി പ്രവൃത്തികൾക്കാണ് ബജറ്റിൽ തുക നീക്കിവച്ചിട്ടുള്ളത്. കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച മുഴുവൻ പ്രവൃത്തികളും ഇത്തവണത്തെ ബജറ്റിലും കൊണ്ടുവരുവാൻ കഴിഞ്ഞതായും അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു. ഇരിങ്ങാലക്കുട MG ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വായനാ ദിനാചരണം LPS ഓഫ് നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രശസ്ത കവി PA സുനിൽ ഉദ്ഘാടനം ചെയ്തു. MG ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം സെക്രട്ടറി അഡ്വക്കേറ്റ് KG അജയ്കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രശസ്ത കാർട്ടൂണിസ്റ്റ് മോഹൻദാസ്, ലൈബ്രറി പ്രസിഡന്റ് P ആശ, സ്കൂൾ PTA പ്രസിഡന്റ് ഇന്ദ്രജിത്ത് CB, MPTA പ്രസിഡന്റ് സുഗതകുമാരി എന്നിവർ പ്രസംഗിച്ചു. പ്രധാന അധ്യാപിക ലേഖ MR സ്വാഗതവും സ്വപ്ന ഡേവിസ് നന്ദിയും പറഞ്ഞു. ഒന്ന് വായിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്ഥിരം വായിക്കാൻ തോന്നും. കാരണം നമ്മൾ ഇത് കാണുമ്പോൾ, ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ വായിക്കാൻ തോന്നും. അപ്പോൾ അത് എന്തെങ്കിലും നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അച്ഛനമ്മമാരോട് ചോദിക്കാം ചിത്രങ്ങൾ. പിന്നെ വേറൊരു പബ്ലിക്കേഷൻ, വേറൊരു പരിപാടി ചെയ്തു കുട്ടികൾക്ക് വായന കൂട്ടാൻ വേണ്ടിയിട്ട്, അതായത് താല്പര്യം കൂട്ടാൻ. കളറിംഗ് ബുക്ക്, രാമായണം കളറിംഗ് ബുക്ക്. അതിന് ഞാൻ ഒരു 50 ചിത്രങ്ങൾ വരച്ചു കൊടുത്തു. രാമായണം കളറിംഗ് ബുക്ക് അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ കളർ ചെയ്യുക. പുസ്തകങ്ങൾ രാമായണം കഥ വരച്ചിട്ടുണ്ടാവും, അതിന് കളർ ചെയ്യുക. ഓരോ കഥാപാത്രത്തെ കുട്ടികൾ കളർ ചെയ്യുക. അത് കളർ ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കുക. ഏറ്റവും നന്നായി കളർ ചെയ്ത കുട്ടിക്ക് സമ്മാനമുണ്ട്. പക്ഷെ അത് വെറും കളറിങ് ബുക്കല്ല, അതിൻ്റെ അടിയിൽ ഓരോ സീനിൻ്റെയും കഥ ഉണ്ടാവും. ആ കഥ വായിക്കുക, കളർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ വായനയും നടക്കും, നിങ്ങളുടെ കലാവാസന, അതായത് കളറിങ്ങിൻ്റെ കലാവാസന ഉണ്ടല്ലോ, ഒരു കലാവാസന വേണം കളർ ചെയ്യാനൊക്കെ, അതും നന്നായി നടക്കും. അപ്പോൾ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ആവും ഈ കളറിങ് ബുക്കിൽ കഥ വായിക്കാനും കളർ ചെയ്യാനും. അങ്ങനെയെങ്കിലും അത് വായിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് അവരത് പ്രസിദ്ധീകരിക്കാനായിട്ട് പരിപാടി തീരുമാനിച്ചത്. അവിട്ടത്തൂർ LBSM ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച വായനാ ദിനാചരണം സ്കൂൾ മാനേജർ AC സുരേഷ് ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക രജനിശ്രീ NS അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സോപാന സംഗീതം കലാകാരി ആശ സുരേഷ് മുഖ്യാതിഥിയായിരുന്നു. MG ശാലിനി, ഇന്ദുജ C, സന്ധ്യ ആന്റോ, KS ഗിരിജ, സ്വാതി കൃഷ്ണ എന്നിവർ പ്രസംഗിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.